സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മ പെങ്ങന്മാരെ, ചേട്ടന്മാരെ, ചേച്ചിമാരെ, നോട്ട് ദ പോയിന്റ്. സൗന്ദര്യമുള്ളവരെയാണ് വിളിച്ചത്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്തുട്ടാന്ന് അറിയില്ല? വിഷമിക്കണ്ട. കലാമണ്ഡലം സത്യഭാമയുടെ നല്ല അസല് ജാതിവെറിയുള്ള പുതിയ ഒരു തേര് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് വിശദമായി തന്നെ കാണാം. ഈ ലോകത്തിന്റെ പോക്കിതെങ്ങോട്ടാണ്? വന്ന് കറുത്ത നിറമുള്ളവർ വരെ മോഹിനിയാട്ടം കളിക്കണു. ഇതെങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? കലാമണ്ഡലം സത്യഭാമയെ പോലുള്ള കലാകാരിമാർ ചെയ്യണം ഒന്നല്ലേ മോഹിനിയാട്ടം. അത് കറുത്ത നിറമുള്ള ഒരു പുരുഷൻ ചെയ്യുന്നു. എന്താ ചെയ്യാ? കലികാലം തന്നെ. കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെതിരെയാണ് ഇവർ ഈ അധിക്ഷേപ പരാമർശം നടത്തിയിരിക്കുന്നത്. മേഡത്തിന്റെ കണ്ണിൽ പ്രധാനമായിട്ടും 2 കുറ്റങ്ങളാണ് രാമകൃഷ്ണൻ ചെയ്തിരിക്കുന്നത്. 1, ഒരു പുരുഷൻ മോഹിനിയാട്ടം കളിച്ചിരിക്കുന്നു. 2, കറുത്ത നിറമാണ് രാമകൃഷ്ണനുള്ളത്. സത്യഭാമയെ പോലുള്ള സ്വർണ്ണവർണ്ണമുള്ളവർക്ക് ഇതെങ്ങനെ അംഗീകരിച്ചു തരാൻ പറ്റും? മേഡത്തിന്റെ കണ്ണിൽ നമ്മളെല്ലാവരും ഓം ബ്രാ എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടവരല്ലേ? അങ്ങനെയുള്ളവർ ഇതുപോലെ മനോഹരമായി നൃത്തം ചെയ്യണത് മേഡം എങ്ങനെ കണ്ടു നിൽക്കുന്നേ? മേഡത്തിന്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം പ്ലീസ്. RLV രാമകൃഷ്ണനെതിരെ അവർ പറഞ്ഞിട്ടുള്ള പരാമർശം അത്യന്തം പ്രതിഷേധാർഹമാണ്, വളരെ അപലപനീയമാണ്. നമ്മൾ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യവാദം പിന്നിടുന്ന സന്ദർഭമാണിത്. ഈ കാലത്ത് ഒരാൾ അങ്ങനെ സംസാരിക്കണമെങ്കിൽ അവരുടെ ഉള്ളിൽ പഴകി ജീർണിച്ച ഫ്യൂഡൽ മൂല്യബോധത്തിൻ്റെ അവശിഷ്ടങ്ങൾ എത്രമാത്രം കട്ടപിടിച്ച് കിടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണിത്. വെറും ജാതീയമായ വെറുപ്പിൻ്റെയും വർണ്ണവെറിയുടെയും ഒക്കെ ആവിഷ്കാരമാണ് അവരുടെ വാക്കുകളിലൂടെ വന്നിട്ടുള്ളത്. മിനിസ്റ്റർ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്കൊക്കെ ഇത് 21-ാം നൂറ്റാണ്ടായിരിക്കാം. പക്ഷെ സത്യഭാമ മേഡം ഇപ്പോഴും 19-ാം നൂറ്റാണ്ടിൽ നിന്ന് പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നറിഞ്ഞൂടെ? അതെന്തിനാ? മഹത്തായ വർണ്ണവെറിയുടെ ആ ചരിത്രം മനസ്സിലാക്കാൻ, അതിപ്പോഴും ചിന്തയിലും പ്രവൃത്തിയിലും കൊണ്ടു നടക്കാൻ. തിരുത്തേണ്ട ചരിത്രം ഇപ്പോഴും തിരുത്താതെ അതിങ്ങനെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ജാതി നോക്കി അധിക്ഷേപം നടത്തുന്ന സത്യഭാമ മേഡത്തിനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് ശരിയാണോ ഗൈസ്? കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോവാണ്. RLV രാമകൃഷ്ണൻ അധിക്ഷേപിച്ചതിൽ നാട് നീള പ്രതിഷേധമാണ്. പോരാത്തതിനും മന്ത്രിമാർ, രാഷ്ട്രീയക്കാർ, സാംസ്കാരിക നായകർ, മറ്റ് കലാകാരന്മാർ എല്ലാവരും പ്രതിഷേധം അറിയിക്കുകയാണ്. കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയ സ്ഥിതിക്ക് യഥാർത്ഥ വസ്തുത മനസ്സിലാക്കി കലാമണ്ഡലം സത്യഭാമ പരാമർശം പിൻവലിക്കായിരിക്കും, മാപ്പും പറയായിരിക്കും. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. മാത്രമല്ല, തെറ്റുപറ്റിയാൽ അത് മനസ്സിലാക്കി തിരുത്തുന്നവരായിരിക്കുമല്ലോ ശരിക്കുള്ള ഹീറോ. എവിടെ സത്യഭാമമ്മയുടെ? എവിടെ രാജാവിനെന്ത് ക്യൂ വഴിയൊരുക്കടാ. ഉത്തരവ് ലാസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ അയാൾ കേസിന് പോവും, ഏതൊരു വ്യക്തിയായാലും കേസിന് പോകുന്നല്ലേ, പോട്ടെ, ഒരു വിരോധമില്ല. ഞാൻ അതിനൊക്കെ അങ്ങ് ഫേസ് ചെയ്തു. സാംസ്കാരിക നായകരോ രാഷ്ട്രീയക്കാരോ എന്ത് പ്രതിഷേധം വേണമെങ്കിലും നടത്തിക്കോട്ടെ, കേസ് കൊടുക്കേ, നിയമപരമായിട്ട് നേരിടെ എന്താ ചെയ്തോളൂ. സത്യഭാമ മേഡത്തിന് ഒരു പേടിയില്ല. പണ്ടത്തെ കലാമണ്ഡലം സത്യഭാമ അല്ലല്ലോ, ഇത് ന്യൂജൻ ജൂനിയർ സത്യഭാമയല്ലേ. ഉയർന്ന ജാതിയിലാണ് താനെന്ന് സ്വയം ചിന്തിക്കുന്ന വെളുത്ത നിറമുള്ള ജൂനിയർ സത്യഭാമ എന്തിന് പേടിക്കണം? ഹേ, ഇവിടെ രാജഭരണാണെങ്കിൽ കാണായിരുന്നു, ഒരൊറ്റ ഒരെണ്ണത്തിന് ഈ ഭാഗത്തേക്ക് അടുപ്പിക്കില്ലായിരുന്നു. അത് കലാകാരന്മാര് വരട്ടെ, നിങ്ങളല്ല വരണ്ട. എന്നെ പിന്നെ റിമാൻഡ് ചെയ്യാനായിട്ട് ഞാൻ മതി, തെളിവ് വേണമല്ലോ എല്ലാത്തിനും. ആഹാ, ആ സംസാരത്തിൽ തന്നെ എന്താ ഒരു നാട്യഭാവം. മുദ്രകൾ കണ്ടില്ലേ? കേസ് വരും, റിമാൻഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോഴുള്ള മേഡത്തിന്റെ ആ ഭാവം കണ്ടോ? ആ മുദ്ര ഒന്നും കൂടെ കാണിച്ചേ മേഡം. കേസൊക്കെ എടുത്ത് സത്യഭാമ മേഡത്തിനെ അങ്ങനെ അങ്ങോട്ട് പേടിപ്പിക്കാന്ന് ആരും വിചാരിക്കണ്ട കേട്ടാ. ജാതി അധിക്ഷേപം നടത്തിയതിന്, വർണ്ണവെറി കാണിച്ചതിന് കുറേ എണ്ണം മൈക്കെടുത്ത് ഇങ്ങോട്ട് വന്നോളൂ. നിങ്ങളോടൊന്നും ചോദ്യത്തിനും ഉത്തരം പറയാൻ തൽക്കാലം ഞങ്ങളുടെ സത്യഭാമ മേഡം ഉദ്ദേശിക്കണില്ല. അങ്ങനെ മാറിക്കുക. അതെ, എനിക്ക് ഇനി നിങ്ങളോട് ഈ നേരം വരെ സംസാരിച്ചു തന്നെ ഇനി സംസാരിക്കാമല്ലോ. ഇയാളെ നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടോ? എനിക്ക് നിങ്ങളുടെ അടുത്തൊന്നും പറയേണ്ട കാര്യം. നിങ്ങൾ എൻ്റെ അടുത്ത് ശിഷ്യപ്പെടാൻ വാ. നിറത്തെക്കുറിച്ച് ഏത് നാട്യശാസ്ത്രത്തിലാണ് പറഞ്ഞിരിക്കണേന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴുള്ള സത്യഭാമ മേഡത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടോ? മുടിയൊക്കെ പിന്നിലേക്ക് മാറ്റിയിട്ട് വാതിലിൽ ഉയരത്തിൽ കൈവച്ചൊരു നിൽപ്പാണ്. രാജകീയം തന്നെ. കറക്റ്റ് തമ്പ്രാട്ടിമാരോട് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ കുട്ടികളെ? വർണ്ണവിവേചനത്തിനായിട്ട് പോരാട്ടം നടത്തിയ
ഗാന്ധിജിയുടെ പാരമ്പര്യമുള്ള നാടാണിതെന്ന കാര്യം മറക്കരുത്. അപ്പാർത്തിനെതിരായിട്ട് സമരം നടത്തിയ ഗാന്ധിജിയുടെ നാടാണിത്, മനസ്സിലാക്കണം. ആ നാട്ടിൽ അത്തരമൊരു തരത്തിലുള്ള പ്രസ്താവന നടത്തുമെന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യകരമെന്ന് മാത്രമല്ല അധിക്ഷേപാർഹമായൊരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് അവർ സമൂഹത്തോട് മാപ്പ് ചോദിക്കണം. ആരൊക്കെ എന്തൊക്കെ രീതിയിൽ പ്രതിഷേധിച്ചിട്ടും കാര്യമില്ല, മാപ്പെന്നും പറഞ്ഞ് ആരും ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല. സത്യഭാമ മേഡത്തിന് മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ മാത്രമേ അറിയൂ. പുതിയ നൂറ്റാണ്ടിലെ ശീലങ്ങളും പറച്ചിലുകളും ഒന്നും അറിയില്ല. ഇനി അഥവാ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വെളുത്ത നിറമുള്ള ആരെങ്കിലും ചോദിക്കൂ, അതല്ലേ അന്തസ്. അല്ല മേഡം, പ്രതിഷേധം മാത്രമേ ഇപ്പം കാണാൻ പറ്റുള്ളൂ. മേഡത്തിന് സപ്പോർട്ട് തന്നുകൊണ്ട് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇഷ്ടം പോലെ അതിലുണ്ടോ? അത് അതെൻ്റെ പേഴ്സണൽ കാര്യമല്ല. അത് നിങ്ങളോട് ഞാൻ എങ്ങനെ പറയും? എന്തോ ആയിക്കോട്ടെ, എന്നെ ഇനി ആരും കെട്ടണ്ട. സപ്പോർട്ട് ചെയ്ത് വിളിച്ചോന്നോ? ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. പക്ഷെ അത് ആരാണെന്ന് ചോദിക്കരുത്, അതൊന്നും പറയില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളില്ലേ, അതൊക്കെ നിങ്ങൾ അറിയണത് എന്തിനാ? സപ്പോർട്ട് കാരണം സത്യഭാമ മേഡത്തിന് വീട്ടിലിരിക്കാൻ പോലും നേരം കിട്ടില്ലെന്നാണ് കേട്ടത്. സത്യഭാമ മേഡത്തിൻ്റെ ഓരോരോ കഴിവുകൾ. കലാമണ്ഡലം സത്യഭാമ രാമകൃഷ്ണനെതിരായിട്ട് പറഞ്ഞത് ആരും ആർക്കെതിരായിട്ടും പറയാൻ പാടില്ലാത്ത ഒരു കലാകാരി ഒരു കലാകാരനെതിരായിട്ട് പറഞ്ഞു എന്നുള്ളത് അതിൻ്റെ ഗൗരവം വളരെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരാളുടെ നിറം കറുത്തായിരിക്കാം, അല്ലെങ്കിൽ വെളുപ്പായിരിക്കാം, അല്ലെങ്കിൽ മഞ്ഞായിരിക്കാം, ഒക്കെ ഭൂപ്രകൃതി, കാലാവസ്ഥ, അവനവൻ്റെ പാരമ്പര്യം, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കറുത്തവരൊക്കെ ചീത്തയാണ്, അവരൊക്കെ രണ്ടാംകടയാണ് എന്നുള്ളത്, വെളുത്തവരൊക്കെ മേലെയാണ്, അവരൊക്കെ ഒന്നാംകടയാണ് എന്നുള്ള അടിമ മനോഭാവത്തിൽ നിന്ന് വരുന്ന ജാതി അധിക്ഷേപം നടത്തി കറുത്ത നിറമുള്ളവർക്കെതിരെ സംസാരിച്ചെന്നൊക്കെ കേൾക്കുമ്പോൾ സത്യഭാമ മേഡത്തിന് കൂടുതൽ സന്തോഷമാണ്. അവർ ഉയർന്ന ജാതി എന്ന് പറയപ്പെടുന്ന ജാതിയിലുള്ളതാണെന്ന് നാലാളെങ്കിലും കരുതിക്കോട്ടെ എന്നുള്ള ചിന്തയിലാണ്. അത് ആലോചിക്കുമ്പോൾ മേഡം കൂടുതൽ ആനന്ദവതിയാവുകയാണ്. അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ആവേശത്തിൽ മേഡം മറുപടി പറയുമോ? നിങ്ങൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. അത് ഇത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ അതിനകത്ത് സ്റ്റാൻഡായിട്ട് നിൽക്കുന്നു എന്താന്നുള്ളത് നിങ്ങളെനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരു സമൂഹത്തെ മുഴുവൻ അധിക്ഷേപിച്ചിട്ട് പിന്നെയും പറയാ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. മാപ്പ് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല, ആരെന്ത് ചോദിച്ചാലും മറുപടി പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊക്കെ എന്ത് തരം അവസ്ഥാന്തരാണോ എന്തോ. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. ഞാൻ നിങ്ങളെ പോലെ മന്ത്രിയോ തന്ത്രിയൊന്നും അല്ല, MLA അല്ല, ഒന്നുമല്ല. ഞാൻ മറ്റേ ഒരു ഇലക്ഷന് നിൽക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ഇത് കിട്ടി, അതുകൊണ്ട് നിങ്ങൾ ഓടി പറഞ്ഞ എല്ലാവരും കൂടെ വന്നു, അത്ര തന്നെ. അല്ലാതെ നിങ്ങൾക്ക് കലയോട് ഇഷ്ടമുണ്ടായിട്ടോ രാമകൃഷ്ണനോട് ഇഷ്ടമുണ്ടായിട്ടോ എന്നോട് ഇഷ്ടമുണ്ടായിട്ടോ കലാകാരന്മാരോട് ഇഷ്ടമുണ്ടായിട്ടോ ഒന്നുമല്ല നിങ്ങൾ വന്നേക്കണത്. കലയോടും കലാകാരന്മാരോടും ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പൗരപ്രമുഖർ മുഴുവനും അപലപിച്ചുകൊണ്ടിരിക്കുന്നത്, നാട്ടുകാർ മുഴുവനും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മേഡത്തിന് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലേ ഇവിടെ? എന്താ സംസാരം? ഇത് എന്റെ വീട്ടിൽ ഇതൊക്കെ എല്ലാവരും ഞാൻ വിളിച്ചോ? നിങ്ങളെ വിളിച്ചില്ല? ഞാൻ വിളിച്ചില്ല. ചോദിക്ക്. ഞാൻ മോളിൽ കയറി പോയിട്ട് എന്താ പോയിരുന്നേ? ഇതിന് വന്നത് എന്തിന്? എനിക്ക് താല്പര്യമില്ല നിങ്ങളോട് സംസാരിക്കാൻ. സംഭവം ഇത്ര വിവാദമായപ്പോഴെങ്കിലും തെറ്റ് മനസ്സിലാക്കി ഇവരിപ്പം മാപ്പ് പറയുന്നു വിചാരിച്ച് നമ്മളൊക്കെ ആരായി? കുട്ടി ഒരുപാട് സ്നേഹിച്ചതാ ആദ്യമായി. അല്ല, എനിക്ക് ഇനി നിങ്ങളോട് സംസാരിക്കേണ്ട. നിങ്ങൾ ഒരുമാതിരി ഒരു സ്റ്റാൻഡ്, നിങ്ങളുടെ ഈ പഠിത്തം വെച്ചിട്ടുള്ള സംസാരം അല്ല നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ചാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. മേഡം പറഞ്ഞു കേട്ടില്ലേ, ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്കൊന്നും ഒരു സ്റ്റാൻഡേർഡ് ഇല്ലെന്നേ. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് തമ്പ്രാട്ടി പ്രതികരിച്ച് തന്നെ ഒരു പുണ്യായിട്ട് കണക്കാക്കിക്കൊള്ളാം. അല്ലെങ്കിലും RLV രാമകൃഷ്ണന്റെ നിറം കറുപ്പാണെന്നും മോഹിനിയാട്ടം കളിക്കുന്നത് കാണുമ്പോൾ അരോചകം തോന്നുന്നെന്നും കറുത്ത കുട്ടികളൊക്കെ വൃത്തിയില്ലാത്തവരാണെന്നും പറയുന്ന മേഡത്തിന്റെ സ്റ്റാൻഡേർഡ് നിങ്ങൾക്കാർക്കും ഇല്ല. അതാണ് മേഡത്തിന്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഇയാളെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടോ? പിന്നെ രാമോ നീ ഒന്നാം കേട്ടോ. രാമു എവിടെ പോയി കെടുക്ക ഈ രാമു? കണ്ടോ, ഈ മാധ്യമപ്രവർത്തകർ നിർത്താണ്ട് ചോദ്യങ്ങൾ ചോദിക്കണത് കണ്ടോ? ഈ സത്യഭാമ ആരാന്ന് ഇവർക്ക് അറിയില്ല കേട്ടാ. ശരിക്കും മനസ്സിലാക്കി തരണ്ടെന്ന് പറയും രാമു. വേണ്ട, ഇഷ്ടം പോലെ ഉണ്ട്. കേക്കണോ നിങ്ങൾക്ക്? കേക്കണം. ഞാൻ പാട്ട് പാടുന്നത് കേക്കണോ നിങ്ങൾക്ക്? ആഹാ, പാട്ട് പാടാൻ പോണോ? പാടും ഇപ്പൊ കിട്ടൂടാ നിങ്ങൾക്ക്. നോക്കി ആരാ ഈ പാട്ടിട്ടത്? അങ്ങോട്ട് ഓഫ് ആക്കുക. കറുപ്പുതാ എനിക്ക് പിടിച്ച കളർ ഇത്ര കറുപ്പെന്ന് കേൾക്കണത് മേഡത്തിന് ഇഷ്ടമില്ലാന്ന് അറിഞ്ഞൂടെ? മേഡത്തിന് ഇതൊക്കെ അരോചകാണ്. ഹേ, മോഹിനി ആയിരിക്കണം മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ.
കറുപ്പുതാ എനക്ക് പിടിച്ച കളർന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഏത് മന്ത്രി പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല എന്ന് മാഡം നേരത്തെ പറഞ്ഞു കഴിഞ്ഞൂട്ടാ. മാഡത്തെ കൂടുതൽ കുപിതയാക്കരുത് കേട്ടല്ലോ. രാമോ ഇങ്ങനെ വന്നേ. പാവൻ രാമു എന്തിനാണാവോ ഇങ്ങനെ കിടന്ന് വിളിക്കണത്? ഇത്രയും മീഡിയ നിന്നിട്ട് പോലെ എല്ലാരെയും ചീത്ത വിളിക്കാണ് സത്യഭാമ മാഡം. പാവൻ രാമുവിന്റെ അവസ്ഥ അപ്പൊ എന്താവോ എന്തോ. അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു അത്ര തന്നെ. കലാകാരനൊക്കെ അവിടെ എന്നാ കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ, കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ലെന്ന് വല്ല നിയമമുണ്ടോ? വെറുപ്പാ. നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ സംസാരിച്ചേ. മനസ്സിലായോ? നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ സംസാരിച്ചേ. ഇപ്പൊ മതിയായടാ നിനക്ക്. തല്ലി കളഞ്ഞാ പോവില്ല ഇവര്, മനസ്സിലായോ? തല്ലി കളഞ്ഞാ പോവില്ല. ആ തള്ളയുടെ വെട്ടങ്ങനെ എന്റെ നെഞ്ചത്ത് കൊണ്ടിരുന്നെങ്കിലാ. വേണ്ട, സഹിക്കണ്ട. ഇയാൾക്കുണ്ടല്ലോ ഒരമ്മ, എല്ലാവർക്കും ഉണ്ടല്ലോ. ഉണ്ട് ഇല്ല. അല്ല അമ്മ ഉണ്ടല്ലോ നിനക്ക്, ഇയാൾക്ക് അമ്മ ഉണ്ടല്ലോ. എനിക്കുള്ളത് പോലെ എല്ലാം ഉണ്ടല്ലോ. ഉണ്ടല്ലോ. ആദ്യം അമ്മ പെറ്റ തളരെ വിളിച്ചിട്ട് പോണത്. ഇയാൾക്കില്ല അമ്മ. പറഞ്ഞ മനസ്സിലായോ? നിങ്ങളുടെ ഒന്നും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ആരും പേടിക്കണ്ട, ഭയം വേണ്ട, ജാഗ്രത മതി. സത്യഭാമ മാഡം കുപിതയായോണ്ടാ ഇങ്ങനെ പെരുമാറുന്നത്. മാഡം കൂളാവാൻ 2 നൃത്തച്ചുവടുകൾ വെക്കൂ. വേണമെങ്കിൽ എന്തേ കണ്ണൻ ഇത്ര കറുപ്പ് നിറം, ആ പാട്ട് തന്നെ ആയിക്കോട്ടെ. കളിക്കൂ. വേണ്ട, വേണ്ടാത്തോണ്ടാ. നമുക്ക് RLV രാമകൃഷ്ണന്റെ നൃത്തം കണ്ടാൽ മതിയേ. കലാമണ്ഡലം സത്യഭാമയെ അറിയില്ലെങ്കിലും രാമകൃഷ്ണനെ പണ്ട് മുതലേ അറിയുന്നവര് ഇവിടെ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. കലാകാരിയാവണമെങ്കിൽ കഴിവ് മാത്രം പോരാ, ജാതി ചിന്ത തൊട്ടു തീണ്ടാത്ത നല്ല മനസ്സും വേണം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും എതിർത്ത് സംസാരിച്ചിട്ടും തെറ്റുതിരുത്താത്ത കലാമണ്ഡലം സത്യഭാമയോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. അയിത്തത്തിനും വർണ്ണവെറുക്കുമെതിരെ പോരാടിയ മഹാന്മാരുടെ നാടാണിത്. നിങ്ങളുടെയൊന്നും ഒരു ധാർഷ്ട്യത്തിനു മുന്നിലും തളർന്നു പോകുന്നവരല്ല ഒരു രാമകൃഷ്ണന്മാരും. ഇനി പത്മജാജിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പത്മജാജി ആകെ തിരക്കിലാണ് ഇപ്പോൾ. മണ്ഡലങ്ങൾ മുഴുവനും കയറി ഇറങ്ങി NDAക്ക് വേണ്ടി വോട്ട് ചോദിക്കണത് ഇപ്പം ആരാ? പത്മജാജി അല്ലേ. എല്ലാത്തിനും പത്മജാജി തന്നെ വേണമെന്ന് പറഞ്ഞാൽ കഷ്ടമാണ് കേട്ടോ. മോദിജി മുതൽ വടകരയിലെ NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ വരെ ഏത് ജിമാരെ കുറിച്ച് ചോദിച്ചാലും പത്മജാജിക്ക് ഇപ്പം 100 നാവല്ലേ. ഇവരൊക്കെ പത്മജാജി ഇത്ര പെട്ടെന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണാവോ? കോൺഗ്രസിൽ നിന്ന് അവഗണന നേരിട്ട ഈ 2-3 വർഷമായിട്ട് ജിമാരെ കുറിച്ചൊക്കെ പഠിക്കായിരുന്നു അല്ലേ? കൊച്ചു കള്ളി. കരുത്തനും സുന്ദരനുമായ സ്ഥാനാർത്ഥി, ചെറുപ്പക്കാരുടെ ഹരം. കാരണം ഞാൻ നേരിട്ട് കണ്ട്, അതുകൊണ്ടാ. ജിമാരെയൊക്കെ സോപ്പിടാൻ ചേച്ചി പഠിച്ചിരിക്കണു. സുമുഖനാണ്, സുന്ദരനാണ്, സർവോപരി സദ്ഗുണ സമ്പന്നനാണ്. അതുകൊണ്ട് വടകരക്കാരോടാണ് പ്രഫുൽ കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണം. ഹായ്, നല്ല വെറൈറ്റി വോട്ട് ചെയ്യലും. കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നപ്പോൾ ഞാൻ കണ്ടത് മുഴുവൻ വാർദ്ധക്യം പിടിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നോവിക്കാന്ന് കണ്ടട്ടാ ചേച്ചിയെ. ആള് യൂത്തനാണെങ്കിലും അധിക്ഷേപിക്കുന്ന കാര്യത്തിൽ കുറച്ച് മൂത്താളാണെന്ന് അറിഞ്ഞൂടെ? ബയോളജിക്കലി അല്ല, പൊളിറ്റിക്കലിയും അതുപോലെ തന്നെ സെക്യുലർ സ്റ്റാറ്റിസ്റ്റിക്സും തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ വേണുഗോപാൽ ചരിത്രത്തിൽ ഇടം പിടിക്കും. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റുകാരിയായി, ചരിത്രത്തിലെ പിതൃഘാതക എന്ന പേരിലായിരിക്കും ഇനി പത്മജ അറിയപ്പെടാൻ പോവുക. ദയവ് ചെയ്ത് അവരുടെ അച്ഛനും അമ്മയുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. എൻ്റെ അച്ഛനും അമ്മേനെയും പറ്റി പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. കാരണം വല്ലാണ്ട് വേദനിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. രാഷ്ട്രീയം സംസാരിക്കുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും അധിക്ഷേപവും ഭീഷണിയും. വാട്ട് ഇസ് ദിസ്? ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ലോ, 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് യൂത്തിൻ്റെ നേതാക്കന്മാർ. ഒന്നാമത് ഇരുന്ന സ്ഥലത്ത് പിന്നെ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇങ്ങനെ നീണ്ടെങ്ങനെ പോകും. അതിപ്പോ ഇവിടെ പറയണത് എന്തിനാ? ഐക്യമില്ലാത്ത പാർട്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി എന്നും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അടിപിടി കൂടുന്നവരാണ് അവരെന്നും ചേച്ചിക്ക് നല്ലോണം അറിഞ്ഞൂടെ? എന്തിനേറെ പറയുന്നു, ഒരു പരിപാടി നടത്തിയാൽ സ്റ്റേജിൽ മുൻനിരയിൽ തന്നെ സീറ്റ് കിട്ടാൻ വേണ്ടി വഴക്കുണ്ടാക്കണത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ.
അല്ല, ആരോടാ ഞാനീ പറയണത്? ചേച്ചി തന്നെ പരാതി പറഞ്ഞിട്ടില്ലേ ചേച്ചീനെ പ്രചാരണ വണ്ടിയിൽ കയറ്റിയില്ല, സ്റ്റേജിൽ മുൻനിരയിൽ സീറ്റ് തന്നിട്ടില്ല എന്നൊക്കെ. എന്നിട്ടാണോ ഇപ്പം ഇങ്ങനെ പറയണത്? എല്ലായിടത്തും വിരിഞ്ഞു നിൽക്കുന്ന താമര, അതാണ് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ നമ്മൾ കാണാൻ പോണത്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ തോറ്റിട്ടും തോറ്റിട്ടും തളരാത്ത ആത്മവീര്യവുമായി നിൽക്കുന്ന സുരേഷ് ഗോപിജി വീണ്ടും തോൽക്കാതെ എവിടെ പോവാൻ, അല്ല ജയിക്കാതെ എവിടെ പോവാൻ? ഞാൻ പറയുന്നു, തൃശ്ശൂർ ജീവിക്കുന്ന ഞാൻ പറയുന്നു, ഇപ്രാവശ്യം എനിക്കറിയുന്ന തൃശ്ശൂരിൽ താമര വിരിയും. NDA തീർച്ചയായിട്ടും അവിടെ ഭരണത്തിൽ വരും. ഇതൊക്കെ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ സുരേഷ് ഗോപിജിക്ക് അവിടെ സന്തോഷം കണ്ട് ഇരിക്കാൻ പറ്റുണ്ടാവില്ല. ഈ സന്തോഷമൊക്കെ എത്ര നാൾ കാണുമെന്തോ. എനിക്ക് കോൺഗ്രസ്സുകാരോടും CPM-നോടും ഒരു കാര്യം പറയാനുണ്ട്. അവിടെ അടി ഉണ്ടാക്കി കൊളാക്കി, ഇവിടെ അത് നടക്കില്ല. ഈ പാർട്ടി ഒരു അച്ചടക്കമുള്ള പാർട്ടിയാണ്. അതന്നെ, വളരെ അച്ചടക്കമുള്ള പാർട്ടിയാണ് BJP. എത്ര ഉദാഹരണങ്ങളാണ് മുന്നിലുള്ളത്. ഉദാഹരണത്തിന് സുരേന്ദ്രൻജിയുടെ പദയാത്ര. ഇന്ന് കാസർഗോഡാണെങ്കിൽ നാളെ തിരുവനന്തപുരം, പിന്നെ വയനാട്, അത് കഴിഞ്ഞ് എറണാകുളം. അങ്ങനെ വളരെ അച്ചടക്കത്തോടെയും കൃത്യതയോടെയല്ലേ പദയാത്ര നടന്നത്. ശരി, അത് പോട്ടെ. പദയാത്രയുടെ പാട്ടിന്റെ കാര്യം എങ്ങനെയായിരുന്നു? അച്ചടക്കത്തോടെ സംസ്ഥാന അധ്യക്ഷന്റെ പദയാത്രയുടെ പാട്ടിന് സ്വന്തം പാർട്ടിയുടെ IT സെല്ല് തന്നെ അന്ന് പണി കൊടുത്തില്ലേ? ഇങ്ങനെ ഒരു പ്രത്യേകതര അച്ചടക്കമുള്ള ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ ജിമാരുടേത്. അല്ലെങ്കിൽ ഇത്ര അച്ചടക്കം ഉണ്ടാവാൻ എന്താ കാരണം? മോദിജി അല്ലേ ലീഡർ, അച്ചടക്കില്ലാണ്ട് എവിടെ പോവാൻ? ഒരിക്കലും അധികാരത്തിന്റെ പിന്നാലെ ഞാൻ പോയിട്ടില്ല. നമുക്കൊരു ബഹുമാനം, നമുക്കൊരു സ്നേഹം, നാണം കെടുത്താതിരിക്കുക, ഇത് മാത്രം പ്രതീക്ഷിച്ചിട്ടാണ്. അത് മോദിജിയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടും എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഒന്ന് വീതം 3 നേരം പോലെ മോദിജി ഇങ്ങനെ പൊക്കി പറയാ, അതാണ് ഇപ്പൊ പത്മജാജിയുടെ ഹോബി. ഹൈ, ഇപ്പൊ മോദിജിയുടെ ഫാൻകളല്ലേ പത്മജാജി? മനിതർ ഉണർന്നു കൊള്ള, ഇത് മനിത കാതൽ അല്ല, അതെയും താണ്ടി പുനിതമാണ്. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.